വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. നാളെ എത്തുന്ന ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇവിടുന്നുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ എത്താനിരിക്കെയാണ് ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇവിടെ കേരളത്തിലേക്ക് എത്തുന്നത്. എന്താണ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നേതാക്കളെ എങ്ങനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുക? ഫിജി നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കൊച്ചിയിൽ എത്തുന്നത്. 2 ദിവസമായി, അതായത് 13, 14 തീയതികളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പ്രത്യേക ശില്പശാല കൊച്ചിയിലും കോഴിക്കോട്ടുമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. ഈ സമയത്ത് തന്നെ ഈ AI ഗ്രൂപ്പിലെ നേതാക്കന്മാരെ കാണും, ആ പ്രശ്ന പരിഹാര ചർച്ചകൾ നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആരെയും വിളിച്ച് ചർച്ച നടത്താനുള്ള സാധ്യതയില്ല. നേതാക്കളെ നേരിൽ കണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ A ഗ്രൂപ്പിലെയും I ഗ്രൂപ്പിലെയും നേതാക്കളെല്ലാം തന്നെ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് പ്രശ്നപരിഹാര ചർച്ച ഉണ്ടാകും എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം AI ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കാരണം പ്രധാന പ്രതിഷേധം പ്രതിപക്ഷ നേതാവിനെതിരെയാണ്. പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നൽകിയ പട്ടികയിൽ വെട്ടിനിരത്തൽ സംഭവിച്ചിരിക്കുന്നു. A ഗ്രൂപ്പ് നൽകിയ പട്ടിക അംഗീകരിച്ചിട്ടില്ല തുടങ്ങിയ നിരവധി പ്രതിഷേധങ്ങളാണ് ഇവർക്കുള്ളത്. പ്രധാനമായും ഇവരുടെ എല്ലാം ഉന്നം അല്ലെങ്കിൽ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉള്ള പ്രതിഷേധമാണ് ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിനെ നേരിടുന്ന തരത്തിൽ തന്നെ ചില മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം വരാൻ പോകുന്ന നാളുകൾ ഇനി തെരഞ്ഞെടുപ്പിന്റേതാണ്. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രൂപ്പ് ഉയരം ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ 2004 കേരളത്തിൽ ഉണ്ടായ പരാജയം, കോൺഗ്രസിനുണ്ടായ പരാജയം അതുപോലെ തന്നെ 2024 ആവർത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവായ K മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം AICC നേതൃത്വമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ ഇതുവരെയായും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല. നിലവിൽ കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവർ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. KPCC പ്രസിഡന്റും ഇത്തരത്തിൽ നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഗ്രൂപ്പ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ AICCയുടെ ഏകണ്ഠമായ തീരുമാനത്തോടു കൂടിയാണ് പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC പ്രസിഡന്റും എല്ലാം പറഞ്ഞത് എല്ലാവരുമായി ചർച്ച നടത്തി എല്ലാവരും തന്ന ലിസ്റ്റിൽ പരമാവധി ആളുകളെ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിന് AICCയുടെ അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി ഒരു ചർച്ച അടിസ്ഥാനരഹിതമാണ്. എന്നാൽ എല്ലാവരുടെയും വിഷമത കേൾക്കുവാനും പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുമെന്നും KPCC പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം ഇവർക്കെല്ലാം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ആ ഉറപ്പൊന്നും അംഗീകരിക്കാൻ AI ഗ്രൂപ്പ് നേതാക്കൾ തയ്യാറായിട്ടില്ല. അവർ ഇപ്പോഴും പറയുന്നത് AICC നേതൃത്വത്തെ കണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരാതികൾ നേരിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും താരിഖ് അൻവറുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവരുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല, കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇന്നിപ്പോ അല്പസമയത്തിൽ തന്നെ UDF കൺവീനറും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ UDFന്റെ സമര പരിപാടിയെ കുറിച്ച് പറയാനായിരിക്കും. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർ, കാരണം UDF കൺവീനറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയെ ബാംഗ്ലൂരിലെത്തി കണ്ടതും അതിനുശേഷമാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് പ്രതിഷേധം ശക്തിപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിജി ബിനോയ്, ഈ നേരത്തെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിശദീകരണം നൽകിയിരുന്നു. AI ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഭീഷണിക്ക് ഉള്ള ഒരു വിമർശനം, ഒരു വിശദീകരണം അവർ നൽകിയിരുന്നു. അതിൽ ഈ AI ഗ്രൂപ്പുകൾ തൃപ്തരല്ല എന്നാണോ? അല്ല, ഇത്തരത്തിൽ ഇവർ കൃത്യമായി വിശദീകരണം നൽകിയിരുന്നു. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കാം, ആരുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇവർ പ്രധാനമായും പറഞ്ഞ ചില തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവോ സീനിയർ നേതാക്കന്മാരോട് ആലോചിക്കാതെയും അവരുടെ ആശയങ്ങൾ അംഗീകരിക്കാതെയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു നടപടിയുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടി നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു ആരോപണമാണ് AI ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ തിരുത്തുവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നൊക്കെ
KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ പ്രതിഷേധങ്ങളോ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു വിയോജിപ്പോ ഒന്നും തന്നെ അണികൾക്കിടയിൽ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പല സ്ഥലങ്ങളിലും ബ്ലോക്ക് പ്രസിഡന്റുമാർ ചുമതലയേറ്റ് കഴിഞ്ഞു. ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് നേരത്തെ മുതിർന്ന നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ ചില സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഒപ്പം തന്നെ ചില ബന്ധുക്കളെ KPCC തെറ്റിദ്ധരിപ്പിച്ച് ബ്ലോക്ക് പ്രസിഡന്റുമാരായി നിയമിച്ച കേസുകളുണ്ട്. അത്തരം കേസുകളിലൊക്കെ ചില വിയോജിപ്പുകളുണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാർ ചുമതലയേറ്റ് കഴിഞ്ഞു. വലിയ സ്വീകരണവും ഒക്കെ അത്തരത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ തങ്ങളിലുള്ള പ്രശ്നങ്ങൾ അണികളിലേക്ക് കാര്യമായി എത്തിയിട്ടില്ല. പകരം ഇത് നേതാക്കളിൽ ഒതുങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് വീണ്ടും നീണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അണികളിലേക്ക് ഇത് വ്യാപിക്കുകയും അത് വലിയ പ്രശ്നങ്ങളായി മാറുകയും ചെയ്യും. വിജി. ശരി ബിനോയ്, എന്തായാലും കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം അനുനയിപ്പിക്കാൻ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു.